ഓം നമോ നാരായണായ. ജ്യേഷ്ഠനിൽ നിന്നു ആർത്തനാദം ഉയരുകയില്ലെന്ന് ശ്രീലക്ഷ്മണന് നിശ്ചയമുണ്ട്. ആ ഉറപ്പിലാണ് ആതുരനാദം പുറപ്പെടുവിച്ചത് കള്ളനായ മാരീചനാണെന്ന് ശ്രീലക്ഷ്മണൻ പറയുന്നത്. പക്ഷേ മായാസീതയ്ക്ക് അതു മനസ്സിലാക്കാനാവുകയില്ല. വിശ്വസംഹാരം ചെയ്യുവാൻ കേൾപ്പുള്ളവനായ വിശ്വനായകനാണ് ശ്രീരാമനെന്ന് ശ്രീലക്ഷ്മണൻ ഓർമ്മിപ്പിച്ചെങ്കിലും സീതാദേവിയുടെ ഉത്കണ്ഠാഭരിതമായ മനസ്സിന് അതു വിശ്വസിക്കാനായില്ല. ശ്രീലക്ഷ്മണനെ ദുഷ്ടാത്മാവെന്നും ശ്രീഭരതൻ്റെ കാമസിദ്ധ്യാർത്ഥമാണ്, അവൻ്റെ നിയോഗത്താലാണിങ്ങനെ പറയുന്നത് എന്നൊക്കെ സീതാദേവി ശ്രീലക്ഷ്മണനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ജ്യേഷ്ഠൻ്റെ സമീപത്തേക്ക് പോവുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഈ സാഹചര്യത്തിൽ ശ്രീലക്ഷ്മണന് നിവൃത്തിയില്ല. ശ്രീലക്ഷ്മണൻ തൻ്റെ രണ്ടു ചെവിയും പൊത്തിപ്പോകുന്നു. ഏതോ ദുർവിധിയുടെ വരവ് കണ്ടതുകൊണ്ട് സീതാദേവിയെ കാത്തുകൊള്ളാൻ വനദേവതമാരെ ശ്രീലക്ഷ്മണൻ ഏൽപ്പിക്കുന്നു. ജ്യേഷ്ഠനെ കാണുവാൻ നടന്നു. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി ഗാരി ദേവി കേൾക്കണം മാമാവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കെട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായ ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മാമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായയിതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ. വിശ്വസംഹാരം ചെയ്വാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു കഥകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ. ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിലായല്ലോ. രാമനാശകാംക്ഷിത
നാഗിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥമാവൻ തന്നോടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലാതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യ ധരിച്ചില്ല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ല യല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൽ നിനക്കു നാശം അടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാത്തനം ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ദിഗ്ദിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരി പരിപാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും